കൊടും ചൂടാണ് ഗൾഫിലിപ്പോൾ. ഈത്തപ്പഴങ്ങൾ വിളഞ്ഞു പാകമാകാനാണത്രേ ഗൾഫിലെ ഈ ചൂട്. ഒമാനിൽ മധുരമൂറും ഈത്തപ്പഴങ്ങളുടെ വിളവെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ആ കാഴ്ചകളിലേക്കാണ്. ഒമാന്റെ ഗ്രാമങ്ങളിൽ ഇപ്പോൾ ഈത്തപ്പഴ വിളവെടുപ്പിന്റെ അതിമനോഹരമായ കാഴ്ചകളാണെങ്ങും. ദാഖിലിയ, വടക്ക് തെക്ക് ഷർക്കിയ, ബാത്തിന തുടങ്ങിയ ഗവർണറുകളിലെ പച്ചപ്പ് നിറഞ്ഞ തോട്ടങ്ങളിലെല്ലാം വിളവെടുപ്പിന്റെ തിരക്കിലാണ്. ജൂൺ മാസത്തോടെ തുടങ്ങി സെപ്റ്റംബർ വരെ നീളുന്ന ഈ കാലയളവിനെ അൽ ഖെയ്ദ് എന്നാണ് വിളിക്കാറുള്ളത്. ഒമാനിൽ ചൂട് 50 ഡിഗ്രിക്ക് മുകളിലേക്ക് ഉയരുമ്പോൾ കർഷകർക്ക് ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും കാലമാണ്. കാരണം കടുത്ത ചൂടിലാണ് ഈത്തപ്പഴങ്ങൾ തേൻ പാകത്തിൽ പഴുത്ത് പാകമാവുന്നത്. സ്കൂളുകൾക്ക് വേനൽക്കാല അവധി കൂടിയായതിനാൽ ജോലിക്കായി നഗരങ്ങളിൽ പോയവരും കുട്ടികളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ഈ ദിവസങ്ങളിൽ സ്വന്തം ഗ്രാമങ്ങളിലെ തോട്ടങ്ങളിലേക്ക് തിരിച്ചെത്തും. ഈത്തപ്പഴ വിളവെടുപ്പ് ഒമാനികൾക്ക് വെറുമൊരു ജോലിയല്ല, മറിച്ച് നൂറ്റാണ്ടുകൾ കൈമാറി വന്ന സാംസ്കാരിക കൂട്ടായ്മയാണ്. രാവിലെ സൂര്യനുദിക്കുന്നതിന് മുമ്പ് തന്നെ തോട്ടങ്ങളിൽ ആളുകൾ ഒത്തുകൂടും. ഈത്തപ്പഴക്കുലകൾ ഈന്തപ്പനയുടെ മുകളിൽ നിന്ന് വളരെ ശ്രദ്ധയോടെ താഴേക്കിറക്കും. താഴെ കാത്തു നിൽക്കുന്ന സ്ത്രീകളും കുട്ടികളും ഈ പഴങ്ങൾ അവയുടെ പക്വത അനുസരിച്ച് തരംതിരിക്കും. واللي هو الطعام اللي علف نستخدمه علف للحيوانات. تبدأ عملية التبسيل الصباح الباكر بعد صلاة الصبح مباشرة من أجل نستغل وقت البراد، لأن احنا لو بدينا الساعة 7:30 ما بنلحق نخلص. وتشترك جميع أفراد الأسرة من أولاد وبنات، جميع يشتغل من أكبر واحد لأصغر الواحد في الأسرة، جميعهم كلهم شغالين في الموضوع هذا. പ്രാദേശികമായി തെബ്സീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പരമ്പരാഗത വിളവെടുപ്പ് തനത് രീതിയിൽ തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും തുടരുന്നുണ്ട്. ഈത്തപ്പഴം മഞ്ഞ നിറമാകുന്ന സമയത്ത് പനയിൽ നിന്ന് വെട്ടിയിറക്കും. ശേഷം പാചകത്തിനുള്ള തർക്കീബ എന്ന പ്രത്യേക സ്ഥലത്ത് കൂമ്പാരമാക്കി വെക്കും. ചളിയിൽ നിർമ്മിച്ച അടുപ്പിനു മുകളിൽ മറാജിൽ എന്ന് വിളിക്കുന്ന വലിയ പാത്രത്തിൽ ഈത്തപ്പഴമിട്ട് വിറകുപയോഗിച്ച് കത്തിക്കും. അരമണിക്കൂർ ഈത്തപ്പഴം പുഴുങ്ങും. തുടർന്ന് മിസ്ത എന്ന് വിളിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റും. 4-5 ദിവസം വെയിൽ കൊള്ളിച്ച് ഉണക്കും. തുടർന്ന് സാധാരണ നിലക്ക് പാക്കിലാക്കും. പുഴുങ്ങിയ ഈത്തപ്പഴം അൽ ഫഗൂർ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഇന്ത്യ അടക്കമുള്ള കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കും. ചോക്ലേറ്റും മറ്റു മധുരപലഹാരങ്ങളും നിർമ്മിക്കാൻ ഫഗൂർ ഉപയോഗിക്കാറുണ്ട്. നമ്മ ഒരു ഈന്തപ്പഴം കഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അറിയാറില്ല ഇത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇത് ഫേസ് ചെയ്യണുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്, ഇത്രയും ലോങ് പ്രോസസ്സാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയത്. രാജ്യത്തിൻ്റെ അധിക ഭാഗങ്ങളിലും പിന്തുടരുന്ന വിളവെടുപ്പ് പ്രക്രിയയാണ് ജിതബ്. കുലയിൽ നിന്ന് പഴങ്ങൾ പറിച്ചെടുക്കും. ശേഷം 2-3 ദിവസം തുറസായ ഇടങ്ങളിൽ വെയിലത്തുണക്കാനിടും. നല്ല പഴങ്ങൾ വേർതിരിച്ചു മാറ്റും. തുടർന്ന് വലിയ ബാഗുകളിൽ ഈത്തപ്പഴം പാക്ക് ചെയ്യും. ചിലർ ശേഖരിച്ചു വെക്കുന്ന ഈത്തപ്പഴത്തിൽ നിന്ന് പ്രത്യേക തേനും ഉണ്ടാക്കാറുണ്ട്. കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്ന് ഉത്സവാന്തരീക്ഷത്തിലാണ് പരമ്പരാഗത വിളവെടുപ്പ് നടക്കാറുള്ളത്. يكون في نهاية شهر 6 إلى يعني بداية شهر 7، وهو طبعا في موسم القيض. طبعا هذه النخلة تسمى نخلة المبسلي. هذا يعني الموسم يعتبر حاجة يعني موروث أصيل لدى العماني، من ضمن المواسم التراثية اللي تحافظ عليها هذه المناطق المشهورة بهذا الموسم. طبعا هو يكون في موسم القيض ولها فوائد كثيرة، يعني هذه اللي هي هذه الثمرة أو هذا المبسل. എണ്ണ കണ്ടെത്തുന്നതിന് മുമ്പ് ഒമാൻ അടക്കമുള്ള ഗൾഫ് അറബ് രാജ്യങ്ങളിലെ പ്രധാന വരുമാന മാർഗം ഈന്തപ്പനകളായിരുന്നു. ഈ പ്രകൃതി സമ്പത്തായിരുന്നു രാജ്യത്തിൻ്റെ നട്ടെല്ല്. അതിനാൽ തലമുറകൾ പിന്നിട്ടാലും ഈന്തപ്പനകളോടുള്ള അറബികളുടെ വൈകാരിക ബന്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ആഴ്ചയിലെ വീക്കെൻഡ് അറേബ്യ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച കണ്ടു.